ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം രണ്ടാം ദിവസവും തുടരുന്നു. സമ്മേളനത്തിൽ വിവിധ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം രക്തസാക്ഷി കുടുംബാംഗങ്ങളുടെ സംഗമം ഇന്ന് വൈകുന്നേരം നടക്കും. പരിപാടി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സാരംഗ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സാരംഗ്, വളരെ കൃത്യമായ തരത്തിൽ ആവേശത്തോടുകൂടി മുന്നേറുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം തന്നെ നമ്മൾ കണ്ടിരുന്നു. പതാക ഉയർത്തൽ മുതൽ വളരെ സജീവമായ സാന്നിധ്യം എല്ലാവരുടേതുമായി അവിടെയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും പ്രതിനിധി സമ്മേളനം തുടരുന്നു അല്ലേ? ഇന്ന് എന്തൊക്കെയാണ് കാര്യപരിപാടികൾ? തീർച്ചയായും പ്രതിനിധി സമ്മേളനം രണ്ടാം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടങ്ങിയിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നും തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഇത്തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മുഖ്യവേദിയിൽ തന്നെയാണ് ഈ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററാണ് ഇന്ന് രക്തസാക്ഷി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും കൃത്യസമയത്ത് എത്തിച്ചേരും. ഈ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാളെയാണ് പൊതുസമ്മേളനം. നാളത്തോടുകൂടി ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് അങ്ങനെ സമാപനമാകുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ നേതൃത്വത്തെ നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 4 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ SFI ദേശീയ ജനറൽ സെക്രട്ടറി ഐഷി ഘോഷാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. മുഖ്യപ്രഭാഷണവും ഇത്തരത്തിൽ ഐഷി ഘോഷ് തന്നെ നടത്തും. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം, അത് 16ാമത് സംസ്ഥാന സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധൂരി.